നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് വി-ഗാർഡിൻ്റെ ഒരു സ്റ്റെബിലൈസറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ്, ഇത് മിനി ക്രിസ്റ്റൽ എന്നുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പവർ സപ്ലൈ നമ്മൾ ഓൺ ചെയ്താലും പവർ വരുന്നില്ല, ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് ഓണായി കാണിച്ചു തരാം. ഓണാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് ഇതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത് ഞാൻ പുറത്ത് അയച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും വരുന്നില്ല, ഇൻഡിക്കേഷൻ വരുന്നില്ല. സെറ്റ് ഫുൾ ഡെഡാണ്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സ്ക്രൂ ഒക്കെ ആദ്യമേ ഊരി വെച്ചിരുന്നു. അപ്പോൾ ഇതിലെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫോമറാണ്, സർക്യൂട്ട് ബോർഡാണ്. സർക്യൂട്ട് ബോർഡിൽ റിലേ കാര്യങ്ങൾ, IC, ട്രാൻസിസ്റ്റർ, സ്വിച്ച് ട്രാൻസിസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി വരുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന ഭാഗങ്ങൾ, അതായത് പിന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കണം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ട്രേസ് ചെയ്തു. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ AC കോഡ് കട്ടാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് പവർ വരാണ്ടിരുന്നത്. അത് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സർക്യൂട്ട് ബോർഡിൽ നല്ല രീതിയിൽ ഡ്രൈ സോൾഡറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ സോൾഡറും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ അയക്കുന്ന സമയത്ത് ഡ്രൈ സോൾഡർ ഉണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അടുത്തൊരു പ്രാവശ്യം നമുക്ക് അത് മുഖേന എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി കോഡ് വരും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം സെറ്റൊന്ന് ഓണാക്കി നോക്കാം. സ്റ്റെബിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 220 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.